ഒരുപക്ഷെ ബാലാമണിയുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞ് തന്നെയാണെങ്കിലും അങ്ങനെ ആയിക്കൂടെ? ആവില്ല, ഒരിക്കലും ആവില്ല. ആവില്ല, ആവാതിരിക്കട്ടെ. ഹലോ. ഹലോ, ഞാനാ. കവിത പേടിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നൊരു രാത്രി കഴിഞ്ഞു കിട്ടിക്കോട്ടെ. ഇതിപ്പോ എന്റെ ജീവിതത്തിന്റെ കാര്യമാ. ദിവസങ്ങൾ കഴിയുന്തോറും അനന്തുവിന്റെ സ്വഭാവം വരെ മാറിക്കൊണ്ടിരിക്കുക. ഈ രാത്രി വിട്ടു പോവരുത്. കവിത ധൈര്യമായിട്ടിരിക്കെ. രാഘവൻ ബാലാമണിയെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് രാത്രി വിട്ടു പോവില്ല. ഒന്നുകൂടി വിളിച്ച് ഉറപ്പ് വരുത്തണം. ബാലാമണി എവിടെയുണ്ടെന്ന് ഇപ്പൊ പോലീസിന് പോലും അറിയില്ല. ആരും അറിയാൻ ഇട വരരുത്. എന്താ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കും. ഓക്കെ, നാളെ നേരം വെളുക്കുമ്പോൾ നല്ല വാർത്ത ഞാൻ വിളിച്ചറിയിക്കും. ഇപ്പൊ സുഖമായിട്ട് പോയി കിടന്നുറങ്ങുക. ഇന്ന് കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. ഈ രാത്രി അത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി. ഞാനത് എവിടെയാ വെച്ച്? ഓ, എവിടെ ഇരിക്കുന്നു? എന്തൊരു പൊടിയത്. ബാലേച്ചിക്ക് മരിക്കാൻ പേടിയുണ്ടോ? പേടിച്ചിട്ടെന്താ കാര്യം? എല്ലാവരും എന്തെങ്കിലും ഒരിക്കൽ മരിക്കും. ചിലര് രോഗം വന്ന് മരിക്കും, ചിലര് ആക്സിഡന്റിലായിരിക്കും, ചിലരെ മനഃപൂർവ്വം കൊല്ലാറില്ലേ? എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷേ മരിക്കുകയാണെങ്കിൽ ഓപ്പറേഷന് മുമ്പ് മരിക്കണം. അല്ലെങ്കിൽ വെറുതെ കാശും ചെലവാവും, എൻ്റെ ജീവനും പോവും. ഒരു പ്രയോജനം ഇല്ലാതായിപ്പോവും. ഇതെന്താ ഇത്? രണ്ടുപേർക്കും പറയാൻ ഇത് മാത്രമേ ഉള്ളൂ? അയ്യോ, വെറുതെ പറഞ്ഞു വന്നതാ അമ്മേ. കൊച്ചിങ്ങനൊക്കെ പറയുന്നത് കൊണ്ട് കൊച്ചിന് ഒരു കുഴപ്പവും വരില്ല. മരണമായാൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചാൽ വരില്ല. പ്രതീക്ഷിക്കുന്ന ആളും ആയിരിക്കില്ല മരിക്കുക. അപ്രതീക്ഷിതമായിട്ടായിരിക്കും മരണം സംഭവിക്കുക. അല്ലേ കുരുവി? എന്റെ കണ്ണടയാതെ എന്റെ മക്കൾക്കൊന്നും സംഭവിക്കില്ല. അത് എന്റെ പ്രാർത്ഥനയാ.
അരവിന്ദേട്ടാ, എനിക്ക് നുണ പറയേണ്ട കാര്യം എന്താ? അമ്മേ, അല്ലെങ്കിൽ തന്നെ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇത്രയും വലിയ നുണ പറയേണ്ട കാര്യം എന്താ? അതെനിക്കറിയില്ല. പക്ഷെ നീ നാക്കെടുത്ത നുണയെ പറയൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കണം. ബാലാമണിയെ കാണാതായതിന് പിന്നിൽ കവിതയാണ്. അവൾക്കറിയാം ബാലാമണി എവിടെയാണെന്ന്. മൈഥിലി, ഇത് തമാശയൊന്നുമല്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് സംശയം ഉണ്ടാക്കി വെക്കരുത്. ശ്ശോ, വെറുതെ പറയുന്നതല്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. അവള് ഫോണിൽ സംസാരിക്കുന്നത് വളരെ വ്യക്തമായി എന്റെ ഈ കാതുകൊണ്ട് ഞാൻ കേട്ടതാ. നീ എന്ത് കേട്ടു എന്നായി പറയുന്നത്? അത് ബാലാമണി എവിടെയുണ്ടെന്ന് പോലീസിന് പോലും അറിയില്ല. ആരും അറിയരുത്. എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിക്കാം. പിന്നെ ഇന്ന് രാത്രി അവക്ക് കിടന്ന ഉറക്കം വരില്ല. ഭയങ്കര പ്രതീക്ഷയാണിന്ന്. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ. അതെ അമ്മേ, ഉറപ്പാ അരവിന്ദേട്ടാ. ഇന്ന് രാത്രി ബാലാമണിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ചിലപ്പോ അവളെ കൊല്ലാനും മതി. മതി, നിർത്ത. നീ അകത്തു പോ. പോടി. അല്ല അമ്മേ, ഞാനത് ഒന്ന് പോയെ. അല്ലമ്മേ, ഇനി ഇതിലെന്തെങ്കിലും വാസ്തവം? നീ വാ. പറ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? കേട്ടതെല്ലാം സത്യമാണോ? എന്താ അമ്മേ? ദേ കവിതേ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് തെളിച്ചിങ്ങ് പറയണം. അല്ലാതെ ചുമ്മാ ഉരുണ്ട് കളിക്കരുത്. എന്താ കാര്യം എന്നറിയാതെ ഞാൻ എന്ത് പറയാനാ? ബാലാമണി എവിടെയാ? ബാലാമണിയോ? എവിടെയാന്ന് എനിക്കെങ്ങനെ അറിയാം? ഇനിയിപ്പോ അറിയാമെങ്കിൽ തന്നെ പറഞ്ഞാ എനിക്കെന്താ കുഴപ്പം? അത് തന്നെ ഞങ്ങൾക്കും അറിയേണ്ടത്. അറിയാമെങ്കിൽ പിന്നെ പറഞ്ഞാ എന്താ കുഴപ്പം? പറ, ബാലാമണി എവിടെയാ ഉള്ളത്? അയ്യോ, എനിക്കറിയില്ല വല്യേട്ടാ. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? നീ ആരോടെ ഈ രാത്രി ഫോൺ ചെയ്തത്? പോലീസിന് പോലും അറിയാത്ത കാര്യങ്ങള് അറിയാന്ന് പറഞ്ഞത്. ഓ, ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. എന്തൊരു കഷ്ടാ ഇത്. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എന്റെ പുറകെ തന്നെ ഉണ്ട് മൈഥിലി ഏട്ടത്തി. അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വല്യേട്ടാ, ഈ ഏട്ടത്തിയോടൊന്ന് ചോദിക്ക്, എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം എന്തിനാണെന്ന്. നീ ചോദിച്ചതിന് സമാധാനം പറഞ്ഞില്ല. അമ്മേ, അത് പറയാൻ മാത്രം ഒന്നുമില്ല. ഞാൻ ഫോൺ ചെയ്തത് അനിയേട്ടനെയാ. 2-3 ദിവസമായിട്ട് ഞാൻ വളരെ പ്രയാസത്തിലാ. എല്ലാവരും ബാലാമണി അന്വേഷിക്കുന്ന തിരക്കില. അനന്തുവിന്റെ സ്വഭാവത്തിൽ പോലും പ്രകടമായ മാറ്റം. ഞാനും ഒരു പെണ്ണല്ലേ, എനിക്കുമില്ലേ മോഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ. ആരും എന്നെ സംശയത്തോടെ നോക്കണ്ട. വേണമെങ്കിൽ എന്റെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കാം. അതിപ്പോ ആരെ വിളിച്ചാലും വിളി കഴിഞ്ഞ് നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്യാലോ. എന്തിന്? എനിക്കതിന്റെ ആവശ്യം എന്താ? ഏട്ടത്തെ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? അയ്യോ, ഇല്ലാത്തതൊന്നും അല്ല, ഞാൻ കേട്ടതാ. എന്താ കേട്ടതെന്ന് ഞാൻ പറയാം. പോലീസിന് പോലും ബാലാമണി എവിടെയുണ്ടെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. അത് നേരല്ലേ? പിന്നെ ആരും അറിയാൻ ഇടവരില്ലേന്ന് ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്കറിയാം, ബാലാമണി ഇവിടെ വന്നു കഴിയുമ്പോ എന്റെ ജീവിതത്തെ അത് ബാധിക്കും. അയ്യോ, ഞാൻ ഒരു 2ാം ഭാര്യയായിട്ട് തരം താഴ്ന്നു പോവും. ഭർത്താവിന്റെ മുന്നിൽ പോലും. അതെ, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഉണ്ണിയമ്മയുടെ മോളൊന്ന് അറിഞ്ഞത് പിന്നെ ഒറ്റ ദിവസം കൂടി എന്നോടൊന്ന് സംസാരിച്ചിട്ടില്ല അനന്തു. നന്നായി പോയി. കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല.
അരവിന്ദ് മനസ്സ് തുറന്ന് സംസാരിക്കുമെന്ന് ഓരോ രാത്രിയിലെയും പ്രതീക്ഷയാ. ഇതൊക്കെ പറയാൻ എനിക്ക് എന്റെ അനിയേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ എന്നെ ഒരു അനിയത്തിയായിട്ട് കണ്ടൂടെ ഏട്ടത്തി? എന്നോട് എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യം? അല്ല, ഇതിലെന്തോ ചതിയുണ്ട്. ആരും അവളെ വിശ്വസിക്കരുത്. അരവിന്ദ, ഇവളെ എന്റെ മുന്നിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് നല്ല അടി വെച്ച് കൊടുക്കേണ്ടി വരും. അല്ലമ്മ, ഞാൻ പറയുന്നത് അരവിന്ദേട്ടാ. പോകരുത്, നീ ഒന്നും പറയണ്ട. എന്ത് സ്വഭാവം ഇത്? എല്ലാരും അങ്ങ് സംശയിക്കാവുള്ളൂ. വന്ന് ഇപ്പൊ എന്നെ അരവിന്ദേട്ടന് പോലും വിശ്വാസം ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ, ആരും ഉണരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അഥവാ ഉണർന്നാലും ഒരു കാരണവശാലും അവരെ ഉപദ്രവിക്കരുത്. അത് ഞങ്ങൾ ഏറ്റു രാഘവ. അല്ലെങ്കിലും നിന്റെ കുടുംബക്കാരെ ഞങ്ങൾ ഉപദ്രവിക്കൂ. അവളെ വണ്ടി കയറ്റിക്കഴിഞ്ഞാൽ നേരെ ബൈപ്പാസിലെത്തണം. അവിടുന്ന് ലെഫ്റ്റ് തിരിയുമ്പോൾ ശങ്കറിൻ്റെ സർവീസ് സ്റ്റേഷൻ അറിയില്ലേ? അറിയാം. അതിൻ്റെ ബാക്കിൽ വന്നാൽ മതി. അവിടെ ഒരു ബ്ലാക്ക് സ്കോർപിയോയിൽ എൻ്റെ ആൾക്കാരുണ്ടാവും. അവിടെ വെച്ച് തട്ടിക്കളെ? ഇല്ല, അതൊക്കെ സേഫായ സ്ഥലത്ത് വെച്ച് നടത്തും. നിങ്ങൾ പേടിക്കണ്ട. ദാ ഇപ്പോഴത്തെ ചെലവിന് ഇത് വെച്ചു. പണി തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള കാശുമായിട്ട് ഞാൻ വരും. ഹലോ. ആ, എന്താ രാഘവ? പേടിക്കണ്ട, ഇന്ന് രാത്രി തന്നെ അവളെ വീട് വളഞ്ഞു പിടിക്കും. എല്ലാം ഓക്കെയാ. അപ്പോൾ ഞാൻ എന്നെ എപ്പോഴും വിളിക്കണ്ടേ? ഇങ്ങോട്ട് വിളിക്കണ്ട, എല്ലാം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആ ശരി, കാണാം. ഓക്കെ. ഓക്കെ. ആനന്ദേ, ഇവിടെ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഇനി എനിക്ക് നിന്നോട് മാത്രമേ പറയാനുള്ളൂ. നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. കവിത സംസാരിച്ചത് അവളുടെ ഏട്ടനോടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെ തോന്നാൻ എന്താ കാരണം? അത് നീ അവള് സംസാരിക്കുന്നത് കേട്ടാലേ നിനക്ക് മനസ്സിലാവൂ. അമ്മയോടും അരവിന്ദേട്ടനോടും കാര്യങ്ങൾ പറഞ്ഞ ടോണിലൊന്നും ആയിരുന്നില്ല സംസാരം. അവള് ക്രിമിനലാ. ആ ബുദ്ധി അവൾക്ക്. അവളുടെ നീക്കങ്ങളും പെരുമാറ്റ രീതിയൊക്കെ ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്ങനെ ഇതൊക്കെ ഉറപ്പിച്ച് പറയും നമ്മള്? ഞാൻ ഉറപ്പിച്ച് പറയാം, പക്ഷേ അതിന് തെളിവുകളൊന്നും എന്റെ കയ്യിലില്ല. ബാലാമണി എവിടെയാണെന്ന് കവിതയ്ക്കറിയാം. അവളെ കവിത അപകടപ്പെടുത്തും, എനിക്കുറപ്പാ. എടുത്തി, ഇതൊക്കെ നമ്മുടെ ഊഹാപോഹങ്ങൾ മാത്രാ. അത് തെറ്റിപ്പോയാ പിന്നെ വെറുതെ ഒരു സംശയിക്കലാവും. ശരിയാണെങ്കിലോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണെങ്കിൽ ബാലാമണിയുടെ ജീവൻ വരെ അപകടത്തിലാവില്ലേ? അതെന്താ നീ ആലോചിക്കാത്തത്? എടുത്തി പറയുന്നത് നേരാ. പക്ഷേ എവിടെയാ, ആരുടെ അടുത്താ ബാലാമണി? അങ്ങനെ ഒരു വിവരം അറിയാണ്ട് നമ്മൾ എന്താ ചെയ്യാ? അതൊന്നും എനിക്കറിയില്ല. ഈ രാത്രിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ? എഴുതി
ദേവി, എന്റെ കൊച്ചു മരണത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേടിയാവുക. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ഈശ്വരന്മാരാണ് ഒരു കെട്ടുവെള്ളത്തിൽ ഞാനങ്ങ് പോവും. എന്റെ അവസാനത്തെ പോക്ക്. എന്താ അമ്മ ഇത്? അസമയത്ത് വിളക്കം കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരയാ? ഒരു വിഷമവും കൊച്ചിനെ കാണിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് സങ്കടങ്ങളെല്ലാം അടക്കി പിടിച്ച് ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ മോളെ, കൊച്ചു നമ്മുടെ മുഖത്ത് നോക്കി വെറുതെ ചിരിക്കുക, അതിൻ്റെ ഉള്ളും കരയുന്നുണ്ടാവും. അല്ലെങ്കിൽ അടിക്കടി ഇങ്ങനെ മരണത്തെക്കുറിച്ച് പറയില്ല. അവള് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ അമ്മേ, പേടിയുണ്ടാവും. മരിക്കുകയാണെങ്കിൽ ഓപ്പറേഷന് മുമ്പേ മരിക്കണമെന്ന്, അല്ലെങ്കിൽ വെറുതെ കാശ് പോകത്തില്ലെന്ന്. നമ്മൾ കൂട്ടിയാൽ കൂടാത്ത കാശാണെന്ന് അതിനറിയാം. ഓപ്പറേഷൻ നടത്തിയ കൊച്ചു രക്ഷപ്പെടും, എന്റെ മനസ്സിലെ ഉറപ്പാത്. ഓപ്പറേഷൻ നടത്തണം, പക്ഷേ അതിനെങ്ങനെ കാശുണ്ടാക്കാന്? രാഘവൻ കാശുണ്ടാക്കാന്ന് പറഞ്ഞിട്ടില്ലേ? അവൻ അവന്റെ ആഗ്രഹം പറഞ്ഞല്ലേ മോളെ. എവിടുന്നുണ്ടാക്കാനാ 10-15 ലക്ഷം രൂപ? നമുക്ക് വീടങ്ങ് വിറ്റാലോ അമ്മേ, എന്നിട്ട് വാടകയ്ക്ക് മാറാം. പെട്ടെന്ന് ഈ തുരുത്തിലൊക്കെ വന്ന് ആര് വാങ്ങിക്കാനാ മോളെ? നമ്മൾ അത്യാവശ്യക്കാരാണെന്ന് അറിയുമ്പോ വിലയും കിട്ടില്ല. പിന്നെ എന്താ അമ്മ ഒരു മാർഗം? മാർഗമാണിത്. ഭഗവതി, ദേവി, അമ്മേ, എന്റെ കൊച്ചിന്റെ ജീവിതം അവിടുത്തെ കയ്യില. അതിനെ രക്ഷിച്ചെടുക്കാൻ ഒരു മാർഗം കാണിച്ചു തരണേ. എന്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും കുറച്ച് കാശ്. ഇത് വിറ്റോളൂ. 50 ലക്ഷത്തിന് മുകളിൽ കിട്ടും ഇത് വിറ്റ. അതുപോരെ അമ്മേ കൊച്ചിന്റെ ജീവൻ രക്ഷിക്കാൻ? മോളെ, ഇത്രയും സ്വർണം ഇതെവിടുന്നാ? അമ്മ പേടിക്കണ്ട, കട്ടതും മോഷ്ടിച്ചതൊന്നുമല്ല. ഇതെന്റെയാ. ബന്ധം ഒഴിവായപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ടും എന്റെ ഭർത്താവ് മടക്കി തന്ന എന്റെ ആഭരണങ്ങളാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈശ്വരൻ എല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട്. കൊച്ചിന് വേണ്ടി ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചതായത്. ബാലേ, നീ ആരാ? എന്തിനു വേണ്ടി ഇവിടെ വന്നത്? ദൈവം പറഞ്ഞു വിട്ടതുപോലെ ഈ കുടുംബത്തെ രക്ഷിക്കാനോ? രച്ചു എന്റെ ജീവനാ. ആ ജീവൻ നഷ്ടപ്പെട്ട പിന്നെ
ഞാൻ ജീവച്ഛവമായി മാറും. പണം എന്തിനല്ലേ ചേച്ചി? രക്ഷിക്കാനുള്ളതല്ലേ? കാശ് കയ്യിലിരുന്നിട്ടും അത് കൊടുക്കാതെ ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്നത് മരണത്തിന് വഴിയൊരുക്കി കൊടുക്കുന്നത് പോലെയാ. ഇതൊന്ന് പിടിച്ച ഞാനൊന്ന് തൊഴുതോട്ടെ എന്റെ മോളെ. അമ്മേ, എന്തമ്മ ഇത്?